പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ അവസാനം നവീൻ ബാബു എന്ന സൽഗുണ സമ്പന്നനും സത്യസന്ധനുമായിരുന്ന ആ ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം പുതിയ UDF സർക്കാർ CBI അന്വേഷണത്തിന് വിട്ടിരിക്കുകയാണ്. എത്ര മുക്തകണ്ഠം പ്രശംസിച്ചാലും മതിയാവില്ല UDF സർക്കാർ എടുത്ത ഈ തീരുമാനത്തെ. പ്രത്യേകിച്ച് ഞാനെന്ന പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം UDF സർക്കാർ എടുത്ത ഈ തീരുമാനത്തിൽ UDF സർക്കാരിനെ എത്ര പിന്തുണച്ചാലും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അതിൻ്റെ കാരണം, ഞാൻ കഴിഞ്ഞ 5 വർഷം ഏതാണ്ടൊരു 22,600 വീഡിയോകളോളം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വീഡിയോ ഞാൻ ചെയ്ത ഒരു വിഷയമാണ് ഈ നവീൻ ബാബുവിൻ്റെ മരണം. എനിക്ക് തോന്നുന്നത് ഏതാണ്ടൊരു 50-ലധികം വീഡിയോകൾ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു വിഷയത്തിലും, ഒരു പക്ഷേ വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഒഴിച്ചാൽ ഒരു പ്രത്യേക വിഷയത്തിൽ ഞാൻ ഇത്രയധികം വീഡിയോകൾ വേറൊരു കാര്യത്തിലും ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 50-ലധികം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. 50-ലധികം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതെൻ്റെ പൂർണ്ണ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്ത വീഡിയോകളാണ്. അല്ലാതെ നവീൻ ബാബുവിൻ്റെ ഭാര്യയുമായോ അല്ലെങ്കിൽ ബന്ധുക്കളുമായോ ഒക്കെ ചർച്ച ചെയ്ത് ഒന്നും ചെയ്ത വീഡിയോകൾ. എൻ്റെ ബോധ്യം, ഞാൻ ആദ്യം മുതൽ വിശ്വസിച്ചിരുന്നതും ഇപ്പോഴും വിശ്വസിക്കുന്നതും നവീൻ ബാബു എന്ന് പറയുന്ന ആ ADM CPMൻ്റെ കണ്ണൂരുള്ള മാഫിയകളാൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ 50-ലധികം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്കെതിരെ കോടതിയലക്ഷ്യ കേസ് പോലും ആ വിഷയത്തിൽ വീഡിയോ ചെയ്തതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. കാരണം ന്യായാധിപന്മാർ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാടിനെ ഞാൻ അതികഠിനമായി ഞാൻ വിമർശിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എനിക്ക് തോന്നുന്നു എനിക്ക് ഇത്രയധികം മനോവ്യഥ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം അടുത്ത കാലത്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ TP വധക്കേസിന് ശേഷം ഇത്രയധികം മനോവ്യഥ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം ഈ നവീൻ ബാബു പോലെ വേറൊരു വിഷയം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതിൽ നവീൻ ബാബു കൊല്ലപ്പെട്ടതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. എത്ര വീഡിയോകൾ, അതിൻ്റെ തെളിവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ, അത് കൊലപാതകമാണെന്ന് കാണിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ, അതിൻ്റെ തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ ഒട്ടനവധി. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നടത്തിയിട്ടുള്ള ഇടതടവില്ലാത്ത പോരാട്ടം, തൻ്റെ സ്നേഹസമ്പന്നനായിട്ടുള്ള തൻ്റെ ഭർത്താവിൻ്റെ ഘാതകരെ കണ്ടുപിടിക്കാൻ അവർ നടത്തിയിട്ടുള്ള നിയമപോരാട്ടം. ആ നിയമപോരാട്ടത്തിൽ നമുക്കറിയാം, അവരാദ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നിൽ CBI അന്വേഷണത്തിന് ചെന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ശ്രീമാൻ കൗസർ എടപ്പകത്താണ് അതിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വിധി പ്രഖ്യാപിച്ചത്. അന്ന് ആ വിധിയെ ഞാൻ അതിരൂക്ഷമായി വിമർശിച്ചു. കാര്യകാരണ സഹിതമാണ് ഞാനത് വിമർശിച്ചത്. അതിനുശേഷം അത് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ ചെന്നു. PB സുരേഷ് കുമാറും വേറൊരു ന്യായാധിപനുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ മഞ്ജുഷ ചെന്നു. ആ ഡിവിഷൻ ബെഞ്ചും നിർദ്ദയം ആ CBI അന്വേഷണം എന്ന് പറഞ്ഞ ആവശ്യം തള്ളി. ഞാൻ ആ വിധിന്യായത്തെയും ഞാൻ വിമർശിച്ചു. അതിനുശേഷം അത് സുപ്രീം കോടതിയിൽ ചെന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ജസ്റ്റിസ് വിനോദ് ചന്ദ്രനും വേറെ ഏതോ ഒരു ന്യായാധിപനും അടങ്ങുന്ന ഒരു ബെഞ്ചായിരുന്നു. അവരും വളരെ റുത്ത്ലെസ്സായി ആ മഞ്ജുഷയുടെ ആവശ്യം തള്ളി. അപ്പോഴും ഞാൻ ആ വിധിയെയും ഞാൻ വസ്തുനിഷ്ഠമായി ഞാൻ വിമർശിച്ചു. അങ്ങനെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതി, ഈ 3 സ്ഥലത്തും ഉള്ള വിധിന്യായങ്ങളെ ഞാൻ അതിശക്തമായും രൂക്ഷമായും ഞാൻ വിമർശിക്കുകയുണ്ടായി. ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, ഈ 3 വിധിന്യായങ്ങളും ഒട്ടും ശരിയായ വിധിന്യായങ്ങളല്ല എന്ന്. CBI അന്വേഷണം വേണ്ട, പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ മതി എന്ന് പറയുന്ന വിധിന്യായങ്ങൾ തീർത്തും തെറ്റായിരുന്നുവെന്നും അത് വസ്തുനിഷ്ഠമായിരുന്നില്ല എന്നും ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. അങ്ങനെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതി, ഇത് 3 തലങ്ങളിൽ നിന്നും CBI അന്വേഷണത്തിന് അനുകൂലമായി വിധി കിട്ടാതിരുന്നിട്ടും നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ തൻ്റെ പോരാട്ടം അവസാനിപ്പിച്ചില്ല. അവർ സംസ്ഥാനത്തെ കോടതികളിൽ, കീഴ്ക്കോടതികളിൽ
പോലീസ് അന്വേഷണത്തിനെതിരായിട്ടുള്ള അവരുടെ പോരാട്ടം തുടർന്നു. ആ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കവെയാണ് പുതിയ UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ UDF സർക്കാരിൻ്റെ മുന്നിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പോയി അവരുടെ ആവശ്യം പറഞ്ഞു. അവർക്ക് CBI അന്വേഷണം വേണം എന്നവർ ആവശ്യപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സർക്കാർ CBI അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കൂടി ചർച്ച ചെയ്ത് അത് കുടുംബത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ആ വിഷയം CBI അന്വേഷണത്തിന് വിടുകയായിരുന്നു. സുഹൃത്തുക്കളെ, ഈ കേസ് CBI അന്വേഷണത്തിന് വിട്ടതോടുകൂടി CPM ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ CBI അന്വേഷണത്തിനെ എതിർക്കുകയാണ്. അവർ CBI അന്വേഷണത്തെ എതിർക്കേണ്ട ആവശ്യം എന്താണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അവർ കുടുംബത്തിൻ്റെ കൂടെയാണ് എന്നാണല്ലോ വാദം. ഇരട്ടത്താപ്പാണ്. എന്നാലും കുടുംബത്തിൻ്റെ കൂടെയാണ് വാദമെങ്കിൽ ആ CBI അന്വേഷിക്കട്ടെ. CBI അന്വേഷിച്ചിട്ട് സത്യം കണ്ടുപിടിക്കട്ടെ എന്നല്ലേ CPM അതുമായി ബന്ധപ്പെട്ട് നിലപാടെടുക്കേണ്ടത്. അവർ പറയുന്നത് സുപ്രീം കോടതി പോലും തള്ളിയ ആവശ്യമല്ലേ, അത് പിന്നീട് എങ്ങനെ CBI അന്വേഷണത്തിൽ വിടുന്നതിന് എന്താണ് ശരി എന്നൊക്കെ ചോദിക്കാതെ അസംബന്ധമല്ലേ. CBI അന്വേഷണം വേണ്ട എന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഡിവിഷൻ ബെഞ്ചും എല്ലാം തീരുമാനിച്ചത് CBI അന്വേഷണത്തെ CPMയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അതിശക്തമായി വിമർശിച്ചിരുന്നുകൊണ്ടല്ലേ സുഹൃത്തുക്കൾ, എതിർത്തിരുന്നുകൊണ്ടല്ലേ. അവരെതിർത്തതുകൊണ്ടല്ലേ അന്ന് സംസ്ഥാന സർക്കാർ അങ്ങനെ തീരുമാനം എടുത്തു. അപ്പോൾ സുപ്രീം കോടതി തള്ളിയതാണ് എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം? CBI അന്വേഷണത്തെ എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത്? പിന്നെ പോലീസ് അന്വേഷണം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മുടെ കൺമുമ്പിൽ ഇല്ലേ സുഹൃത്തുക്കൾ? ആലോചിച്ച് നോക്കി, ആരാ CBI അന്വേഷിച്ചത്? ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, എന്തോ രത്നകുമാർ എന്ന് പറഞ്ഞൊരു ഉന്നത ഉദ്യോഗസ്ഥൻ നേതൃത്വത്തിലായിരുന്നു ഈ CBI അന്വേഷണം, അല്ല ഈ പോലീസ് അന്വേഷണം. ആ ഉദ്യോഗസ്ഥൻ രാജിവെച്ചിട്ട് CPMയുടെ സ്ഥാനാർത്ഥിയായി ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ടല്ലേ മത്സരിച്ചത്. അപ്പോൾ ആ ഉദ്യോഗസ്ഥനെ CPM സ്വാധീനിച്ചു എന്നുള്ളത് വ്യക്തമല്ലേ? ആ ഉദ്യോഗസ്ഥൻ CPMന് വേണ്ടി അന്വേഷണം അട്ടിമറിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? ആ ഉദ്യോഗസ്ഥൻ CPM ആയിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? എന്നിട്ട് പറയുന്നത് ED അന്വേഷണത്തെയും CBI അന്വേഷണത്തെയുമാണ് UDF സർക്കാരിന് താല്പര്യം നോക്കില്ല. UDF സർക്കാർ അതൊന്നും നോക്കിയിട്ടില്ല. UDF സർക്കാർ കുടുംബത്തിൻ്റെ ആവശ്യം അംഗീകരിക്കുകയല്ലേ ചെയ്തത്. ശ്രീജിത്ത് കൊടേരി എന്ന് പറഞ്ഞിട്ട് ഒരു CIO മറ്റോ CPM കാരനല്ലേ ഈ കേസ് അന്വേഷിച്ചത്. അയാൾ തറ CPM കാരനാണെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്ത ആ അന്വേഷണം പരിപൂർണമായി അട്ടിമറിക്കുകയല്ലായിരുന്നു വിജയൻ്റെ പോലീസ് ചെയ്തത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആ CBIയുടെ അന്വേഷണത്തിന് പോയാൽ എന്താണ് തെറ്റ്? അത് തീർത്തും ശരിയായിട്ടുള്ള തീരുമാനമല്ലേ. ആ CBI അന്വേഷണത്തെ CPM ഭയപ്പെടുന്നു. അതിൻ്റെ കാരണത്തിലേക്കാണ് ഞാൻ ഇനി പോകാൻ പോകുന്നത്. ഈ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PP ദിവ്യ എന്ന് പറയുന്ന ഒരു വനിതാ നേതാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. അവരിതിനകത്ത് ഒരു ഉപകരണം മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നതും നിരന്തരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതും ഇപ്പോഴും ഞാൻ പറയുന്നതും ഈ ADM ആയിട്ടുള്ള നവീൻ ബാബുവിനെ കണ്ണൂരത്തെ CPMൻ്റെ നേതൃത്വത്തിലുള്ള മാഫിയ പച്ചയ്ക്ക് കൊലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അയാളുടെ ഗുഹ്യ ഭാഗത്ത് ചവിട്ട് കിട്ടിയിട്ടുണ്ട്, അയാളുടെ അടിവസ്ത്രത്തിൽ രക്തമുണ്ടായിരുന്നു എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ടായിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് PP ദിവ്യ എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഉപകരണം മാത്രമാണ്. പ്രശാന്തൻ എന്ന് പറഞ്ഞിട്ട് 10,000 രൂപ ശമ്പളമുള്ള ഒരുത്തൻ എങ്ങനെയാണ് ഒരു പെട്രോൾ ബങ്ക് നടത്താൻ കഴിയുക സുഹൃത്തുക്കളെ? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അതിൽ CBI അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ CPM ആ CBI അന്വേഷണത്തെ ഭയപ്പെടുന്നു. ആ ഭയപ്പെടുന്നതിൻ്റെ കാരണം അവരുടെ കണ്ണൂരിലെ മാഫിയ നേതൃത്വത്തിൻ്റെ അടിവേരിറക്കാൻ ഒരുപക്ഷെ CBI അന്വേഷണം സഹായകരമായേക്കും എന്നുള്ളതുകൊണ്ടാണ് അവർ ഈ CBI അന്വേഷണത്തെ അവരെതിർക്കുന്നത്. PP ദിവ്യയെ കേന്ദ്രീകരിച്ച് PP ദിവ്യയെ CBI പൂട്ടും എന്നൊക്കെ പറഞ്ഞു വരുന്ന അതിനകത്ത് യാതൊരു കാര്യമില്ല. ഈ PP ദിവ്യ എന്നൊക്കെ പറഞ്ഞ ഒരു ഉപകരണം മാത്രമാണ്. അവിടുത്തെ ഉന്നത നേതാക്കന്മാരുടെ മാഫിയ ബന്ധങ്ങളെ നവീൻ ബാബു അതിശക്തമായി എതിർത്തുകൊണ്ടാണ് നവീൻ ബാബുവിനെ കൊന്നത്. കഴിഞ്ഞ ദിവസം ഉമേഷ് ബാബു എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിന് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. 3 പേരെ ചോദ്യം ചെയ്താൽ ഇത് തെളിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒന്ന് പറഞ്ഞത് പ്രശാന്തൻ എന്ന് പറഞ്ഞവൻ, അവനെ ചോദ്യം ചെയ്യേണ്ട പോലെ ചോദ്യം ചെയ്യണം.
അവൻ ഈ പെട്രോൾ ബങ്കുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏതോ ഒരു പാതിരിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്, അയാളെ ചോദ്യം ചെയ്താൽ ഇതിൻ്റെ വിവരങ്ങൾ അറിയാം എന്ന് ഉമേഷ് ബാബു പറയുന്നു. അതുപോലെ തന്നെ ഈ യാത്രയപ്പ് ദിവസം വീട്ടിലേക്ക് പോകുമ്പോൾ ഇയാളുടെ ഒരു ഡ്രൈവർ ഷംസുദ്ദീൻ ഇയാളെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കിയിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അയാളെ പിന്നീട് കണ്ടിട്ടില്ല. ഇവരെ മൂന്നുപേരെയും ചോദ്യം ചെയ്താൽ ഈ വിഷയം തെളിയിക്കാൻ കഴിയും എന്നാണ് ഉമേഷ് ബാബു പറയുന്നത്. ഞാൻ പറയുന്നത് കണ്ണൂരിലുള്ള ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു ഉന്നതനുണ്ട്. ആ ഉന്നതൻ്റെ മകന്, ആ ഉന്നതനെതിരെയൊക്കെ ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാർട്ടിക്കകത്ത്. ആ ഉന്നതൻ്റെ മകൻ്റെ ബിനാമി ആയിരുന്നു പ്രശാന്തൻ എന്നുള്ള നിലയിലുള്ള ചർച്ചകളുണ്ട്. ആ ഉന്നതൻ്റെ ബിനാമിക്ക് ഒന്നിലധികം പെട്രോൾ ബങ്കുകൾ കണ്ണൂരുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ചകളുണ്ട്. അപ്പം അതുകൊണ്ട് സത്യസന്ധമായി ഈ കേസ് CBI അന്വേഷിച്ചു പോയാൽ കണ്ണൂരിലത്തെ CPM നേതൃത്വത്തിൻ്റെ മാഫിയ ബന്ധത്തിൻ്റെ അടിവേരിറക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് CBIക്ക് പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ADM നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കാൻ UDF ഗവൺമെൻറ് എടുത്ത തീരുമാനത്തെ നമ്മൾ അകമഴിഞ്ഞ് പിന്തുണയ്ക്കേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. CBI അന്വേഷണം PP ദീപയിലേക്ക് കേന്ദ്രീകരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവർ വെറും ഒരു ഉപകരണം മാത്രമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് മഞ്ജുഷ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന ഇടതടവില്ലാത്ത പോരാട്ടത്തിന് ഫലം കണ്ടിരിക്കുന്നു. CBI ഈ അന്വേഷണത്തിലേക്ക് വന്നിരിക്കുന്നു. CBI കേസ് കാര്യക്ഷമമായി അന്വേഷിക്കുമെന്നും ADM നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള കണ്ണൂരിലെ മാഫിയ നേതാക്കന്മാരെ കണ്ടെത്തി ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതിന് ഈ CBI അന്വേഷണം ഉതകും എന്നും സ്വാഭാവികമായും ന്യായമായും നമുക്ക് വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാം.